ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നല്ല ഒരു ദിവസമായിരുന്നു ഇന്നലെ അല്ലേ. നമ്മളെ ഈ ഡോക്ടർ ഹാരിസ് അയാൾ നിർദോഷിയാണെന്ന് ബോധ്യപ്പെട്ട റിപ്പോർട്ട് വന്നതായിട്ടൊക്കെ പത്രങ്ങളിൽ ഇന്ന് കണ്ടു. മോർണിംഗിൽ ഞാൻ വരുമ്പോൾ നോക്കിയപ്പോൾ ജസ്റ്റ് കണ്ടതാണ്. അത് നന്നായി. നിർദോഷിയായ ഒരു മനുഷ്യൻ്റെ കണ്ണീര് വീണാൽ നമ്മുടെ നാട് നശിച്ചു പോകും. എന്തായാലും ഗവൺമെൻറ് യുക്തിസഹമായി ഉയർന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം. ഏതൊരു വിഷയത്തിലും ബുദ്ധിയോടും സാമർഥ്യത്തോടും അതിന് തക്ക അഹങ്കാരത്തോടും കൂടി പ്രശ്നങ്ങളെ സമീപിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്താണ് കേരള ജനത ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും കേരളം നമിക്കുന്നു. ഇന്ത്യക്കാകെ മാതൃകയായിക്കൊണ്ട് കേരളം മുമ്പോട്ട് പോകുമ്പം അത് ചുമ്മാ അങ്ങ് സംഭവിക്കുന്നതല്ല. വളരെ പ്ലാനിങ്ങോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി കുറേ ആളുകളില്ല, ലക്ഷക്കണക്കിന് ആളുകൾ, രാഷ്ട്രീയക്കാരുണ്ട്, ഏറ്റവും സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ മുതൽ അവരുടെ പോളിറ്റ് ബ്യൂറോ തൊട്ട് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അല്ലെ സംസ്ഥാന പ്രസിഡൻറ്റ്, അഖിലേന്ത്യ, ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രവർത്തനമാണ് നാടിൻ്റെ വികസനം ഇത്രയും കുറ്റമറ്റമാക്കി മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹൈവേസ് ഉണ്ടായ മണ്ണൊലിച്ചിലും അതൊക്കെ ഒരു നെഗ്ലിജൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പഠനത്തിൻ്റെ കുറവായിരുന്നു. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വേണ്ടത്ര പഠിച്ചിട്ട് മണ്ണിനെ പറ്റി പഠിക്കാതെ സാധാരണ ഉറച്ച ഭൂമി ചെയ്യുന്നവർ ചെയ്തുകൊണ്ടാണ് ഇറോഷൻ ഉണ്ടായത്. അത് ക്ലിയർ ചെയ്യുക. അത് പർപ്പസ്ഫുള്ളി ആരും ചെയ്തതൊന്നുമല്ല, അത് ശരിയാണ്. പക്ഷേ അത് കൂടെ ആയിരുന്നെങ്കിലോ ഇത്ര സൂപ്പറായിരുന്നു അല്ലേ. ഇനി അത് പൂർണ്ണമായി കഴിയുമ്പോൾ കേരളം എത്ര മനോഹരമായിരിക്കും. ഞാൻ ഓർക്കുക, അതൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. സാധാരണ റേഡിയോയും വെച്ച് സിലോണിലെ പാട്ടും കേട്ട് കെ പി യോഹന്നാൻ്റെ പ്രസംഗമൊക്കെ കേട്ട് വളർന്നു വന്ന നമുക്ക് ഇന്ന് എന്താ സ്ഥിതിയല്ലേ. വിരൽത്തുമ്പിൽ എന്തും കിട്ടുന്ന സ്ഥിതി. അതിനെ മധുരമനോജ്ഞമായ ഒരു സൊസൈറ്റി നമുക്ക് ജീവിക്കാൻ പറ്റുന്നല്ലേ. ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് വെൽ ടു ഡു ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ട്. അവരും പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നോട് പറയാം, സൈമൺ, ഞാൻ അരകല്ലിൽ അരച്ചിട്ടുണ്ട്, ഏതാ അമ്മയെ സഹായിക്കാൻ വേണ്ടി അരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചാൽ പറഞ്ഞു, ഞങ്ങളുമൊക്കെ അങ്ങനെയാണ്. സൈമൺ എൻ്റെ അമ്മ വിളിക്കുമായിരുന്നു. ഏതാ 3-4 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പം എന്താ അല്ല പോയി 2 മൂട് കപ്പ പൊക്കിക്കൊണ്ട് വാ. ഈ കപ്പ പൊക്കിക്കൊണ്ട് വന്നു. ചടുപിടാതെ ഞങ്ങളെല്ലാം കൂടെ പോയി, 5-6 മക്കളെല്ലാം ഇവിടെ വിളിച്ചു. അപ്പം ചായയുടെ കൂടെ കപ്പ ഒഴുകിയതും ചമ്മന്തിയും കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ കളിക്കാൻ പോകും. ആ കളിയൊക്കെ ഒരു 1.5 കളിയായിരുന്നു. അടിപിടി, പോലീസ് കളി, ഞങ്ങൾക്ക് അവിടെ ഒരു 8 വട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. അവിടെ കള്ളരും പോലീസും കളി. പക്ഷെ അതൊക്കെ കള്ളനെ പിടിക്കുകയും പോലീസ് ഇടിക്കുകയൊക്കെ ചെയ്തൊരു സ്നേഹത്തിലുള്ള ഇടിയായിരുന്നു. ഇടി അവിടെയൊക്കെ കിട്ടും, നമ്മളും ഇടിയെ കൊടുക്കുക. എന്നാലും അതൊക്കെ നമ്മളെ വളർത്തുന്ന ഒരിതായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ കേരളത്തിൻ്റെ വികസനം ഒരാളുടെയോ 2 പേരുടെയോ ആളുകളുടെ കാര്യമല്ല, ഇതൊരു ജനതയുടെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ് മുമ്പോട്ട് വന്നത് നന്നായി. തീർച്ചയായിട്ടും നമ്മൾ 140 മണ്ഡലങ്ങളിലും മന്ത്രിസഭാ യോഗങ്ങൾ നടത്തി. 140 മണ്ഡലം. പക്ഷേ അതിൽ കുറച്ച് സമയം കൂടി ചിലവാക്കിയാലേ. ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ് കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഓരോ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി. സർക്കാർ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു നെറ്റ് റിസൾട്ട് അതനുസരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കുറേ ആളുകൾക്ക് ഈ ഹാരിസ് ഡോക്ടറുടെ പ്രശ്നം വന്നപ്പോഴേ കമ്മീഷൻ കിട്ടാൻ വേണ്ടി സാധനം മേടിക്കുമെന്നൊക്കെ പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരുടെ ഒരു സംഘമോ, നമുക്ക് വളരെ കുറച്ച് മെഡിക്കൽ കോളേജല്ലേ ഉള്ളൂ. ഒരു മെഡിക്കൽ കോളേജ് ഒരു ദിവസം വെച്ച് സന്ദർശിച്ച് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരുടെ അഭിപ്രായവും അവരുടെ വാൺസും അവരുടെ വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന അതിനെപ്പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര 5-6 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. പിന്നെ ഗവൺമെൻറ് അത്രയേ ഉള്ളൂ. 6 ദിവസം കൊണ്ട് തീരുന്ന കാര്യമുള്ളൂ. 6 ആഴ്ച കൊണ്ട്, ഒരാഴ്ച ഒരു ദിവസം വെച്ച് പോയാൽ. അപ്പോൾ അവിടുത്തെ HODമാരെയും പ്രിൻസിപ്പളിനൊക്കെ സംസാരിക്കുക. അത് കഴിഞ്ഞ് പ്രിൻസിപ്പാളിനെയും HODമാരെയും വിട്ടിട്ട് അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ്, സെക്കൻഡിനെയും തേർഡിനെയൊക്കെ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ
യൂണിയൻ നേതാക്കന്മാർ അവരൊക്കെ കഴിവുള്ളവരാണ്, മിടുക്കന്മാർ, അവരെ വിളിക്കുക. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ പ്രതിനിധികളെ വിളിക്കുക, സീപ്പേഴ്സിനെ വിളിക്കുക, അറ്റൻഡർമാരെ വിളിക്കുക. ചിലപ്പോൾ ഒരു അറ്റൻഡൻറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്കൊരു വലിയ ക്ലൂ കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം ചിലവഴിച്ച് നോക്കി. അപ്പോൾ തന്നെ ഈ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി മെഷീൻ നന്നാക്കാതിരിക്കുകയും പുതിയത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചിലപ്പോൾ ഒരു ടൂറായിരിക്കും കിട്ടുന്നത്. 50 ലക്ഷം ഒരു സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫാമിലി ടൂറായിരിക്കും കിട്ടുന്നത്. അത് കാശ് കൊടുത്താൽ കൂടി വന്നാൽ 2-3 ലക്ഷം. പക്ഷേ അതിനുവേണ്ടി ഒരു 40 ലക്ഷത്തിൻ്റെ മെഷീൻ അവിടെ മാറ്റി വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായത് നെഗറ്റീവായ ഒരു സ്ക്രൂട്ടിനി നടത്തുകയാണെങ്കിൽ അത് എന്നും തലയിലൊരു ഭയങ്കര പൊൻതൂവലായി മാറും ഈ ഗവൺമെൻറ്റിൻ്റേതാണ്, സംശയമില്ല. കാരണം മെഡിക്കൽ കോളേജുകൾ, അതിനുശേഷം ജില്ലാ ആശുപത്രികൾ തുടങ്ങണം. ജില്ലാ ആശുപത്രി തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി പോകേണ്ട ആവശ്യമില്ല. അവിടെ ഹെൽത്ത് മിനിസ്റ്ററും സോഷ്യൽ വെൽഫെയർ ഒരാളെ ഒറ്റയ്ക്ക് വിടരുത്, മറ്റൊരാളെ കൂടെ വിടണം. ഒറ്റയ്ക്ക് വിട്ടാൽ അവരുടെ താല്പര്യം അനുസരിച്ച് ചിലത് ഹൈഡ് ചെയ്യും, ചിലത് പൊക്കിക്കൊണ്ട് വരും. അങ്ങനെയല്ല. അപ്പം അങ്ങനെ 14 ജില്ലയും കവറപ്പ് ചെയ്യാവുകയുണ്ടല്ലോ. എന്തായിരിക്കും സ്ഥിതി കേരളത്തിൽ? ഗവൺമെൻറ് പണം മുടക്കാഞ്ഞിട്ടല്ല കാര്യങ്ങൾ നടക്കാത്തത്. പണം മുടക്കുന്നത് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ളവർ പെട്ടെന്ന് പർച്ചേസിങ് അനുവാദം മേടിച്ച് പർച്ചേസ് ചെയ്യും. അവർക്ക് കിട്ടുന്നതൊക്കെ കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്നില്ല, കാര്യം തന്നെ. പക്ഷേ ഹാരിസിനെ പോലെ ആത്മാർത്ഥമായിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 9 വരെ പണിയെടുക്കുന്നവർക്ക് ഈ ടെക്നിക്കൊന്നും അറിയില്ല. അവരൊരു ഡോക്ടറുടെ പണി നന്നായിട്ട് അറിയാം, പക്ഷേ ഒരു ക്ലർക്കിൻ്റെ പണി നന്നായിട്ട് അറിയില്ല. അപ്പം ഒരു ക്ലർക്ക് ഇവർ കൊടുക്കുന്ന പേപ്പർ എങ്ങനെ സ്പീഡിൽ മുമ്പോട്ട് പോകുന്നു അതനുസരിച്ചാണ് മറ്റ് നടപടിയെടുക്കാതെ വരുന്നത്, ഒത്തിരി ഘട്ടം കടന്ന്. അപ്പോൾ ഈ സൂത്രശാലികൾക്ക് എത്ര പെട്ടെന്ന് ഇത് പോകാമെന്നറിയാം. ഒരു ഫയൽ സംബന്ധിച്ചാൽ, എടാ ജോണേ എൻ്റെ ഫയൽ വിട്ടിട്ടുണ്ടോ? ഏറ്റു സാറേ. അവിടെ ചെല്ലുമ്പോൾ ജോണ അടുത്ത ആളോട് പറയാം, സാറേ നമ്മുടെ ഇന്നയാളുടെ ഫയലാണ് കേട്ടോ. ഇത് പടപട പറഞ്ഞ് 2-3 ആഴ്ച കൊണ്ട് ഇത് പാസ്സായി വരും. മറിച്ച് നിസ്വാർത്ഥമായി ജോലി ചെയ്തുകൊണ്ട് രോഗികളുടെ ഉന്നമനവും കണ്ണിൽ അന്വേഷിച്ച് നോക്കിയിരിക്കുന്ന ഡോക്ടർക്ക് ഇതിനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം ഇതിനെപ്പറ്റി സ്കൂട്ടർ നടത്തണം, ആവശ്യമുള്ള ഉപകരണങ്ങൾ കൊടുക്കണം. ഇനി കടമാണെങ്കിൽ ഇനി നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട്, നമുക്കൊരു ധവളപത്രം പുറപ്പെടുവിച്ചു, ഒരു കടപ്പത്രം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ പബ്ലിക്ക് പർച്ചേസ് ചെയ്യുന്നേ എല്ലാവരുടെയും ആവശ്യം പോലെ കാശുണ്ട്. 1000 രൂപയുടെ മുഖപത്രം അല്ലെങ്കിൽ ധവളപത്രമൊക്കെ വിറ്റ് ഒരു 50 കോടിയോ 100 കോടിയോ എടുത്ത് നമുക്ക് ഈ ആശുപത്രിയൊക്കെ സംശുദ്ധമാക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ ഊർജ്ജസ്വലമായി കൂടി ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കുതിപ്പ് ഭയങ്കരമായിരിക്കും. ആരോഗ്യരംഗം വളരെ നല്ലതാണ്. നമുക്കറിയാം കോവിഡൊക്കെ വന്നപ്പം ലോകത്തിന് മാതൃകയായിരുന്നു കേരളം. അമേരിക്കയിലൊക്കെ എൻ്റെ മോൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ മെഡിക്കൽ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രാക്ടീഷണറാണ്. എന്തുമാത്രം പേരാണ് മരിച്ചു വീഴുന്നത്. ഓക്സിജൻ ഇല്ല, വെൻറ്റിലേറ്റർ ഇല്ല, അതില്ല, ഇതില്ല. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കേരളത്തിൽ കോവിഡുകാർ വാസത ആഘോഷിക്കുകയായിരുന്നു. അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, വണ്ടി വരുന്നു, പാട്ടും വെച്ച് കൊണ്ടുപോകുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഒരാൾ പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുക, എൻ്റെ വീട്ടിൽ ഞാൻ 3 നേരം കഴിച്ചു, എനിക്ക് 4 നേരവും പിന്നെ ജ്യൂസ്, ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടുന്നു. വസം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെഷീനറി, അതാണ് മെഷീനറി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഡോക്ടർമാർ മാത്രമല്ല, ഇത് യുവജന സംഘടനകൾ, DYFA ഒക്കെ എൻ്റെ നാട്ടിലൊക്കെ ഒത്തിരി ശവടക്കിയിട്ടുണ്ട്. ഒത്തിരി രോഗികളെ ആരും ഇല്ലാതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസ്, എല്ലാം പേരിരുന്ന് പറയുന്നില്ല, എല്ലാവരും. കേരളത്തിൽ ഏത് കാര്യം വന്നാലും എല്ലാവരും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എല്ലാവരും സജ്ജരാണല്ലോ. അപ്പം അങ്ങനെ അത് എന്നും സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കാവുന്ന ഒരു സർക്കാരിൻ്റെ വിജയമായിരുന്നു കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട്. അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വാക്സിൻ കണ്ടുപിടിച്ചു, നമുക്കൊക്കെ സൗജന്യം. അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റും രാജ്യത്തിന് മാത്രം ലോകത്തിനാകെ മാതൃകയായി അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉയർന്നു വന്നു. വാക്സിൻ കണ്ടെത്തിക്കൊണ്ട്, പ്രിവെൻറ്റീവ് വാക്സിൻ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ലോകത്തിന് മുഴുവൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയല്ലേ. എന്നിട്ട് അമേരിക്ക പോലും കുശുമ്പോടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര തരണമെന്ന് പറഞ്ഞു. അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു, കുറേ കൊടുത്തു. അങ്ങനെ ഉയർന്നു. അപ്പം നമ്മുടെ ആ ഒരു ഉയർച്ച അതൊക്കെ നമുക്ക് മനസ്സിൽ കാണണം. അതുപോലെ 18-ലെ വെള്ളപ്പൊക്കം, അതിനെ അതിജീവിച്ചത്, കിറ്റ് വിതരണം ചെയ്തത്, എന്തുമാത്രം പരിഹസിച്ചവരത്. വാസം പറഞ്ഞാൽ ഞാൻ ഓർക്കുക, ഞാൻ കിറ്റ് മേടിക്കാൻ പോകുമ്പോൾ ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, വലിയ കോടീശ്വരനൊന്നുമല്ല. അങ്ങനെ മക്കളൊക്കെ ഒരുമാതിരി സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ വിളിച്ച് പോകുന്നു. ഞാനിങ്ങനെ വണ്ടി എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒരു ഹോണ്ട സിറ്റി വണ്ടിയാണ്,
ഒരു പ്രകടന വ്യവസ്ഥ. ഞാൻ പലപ്പോഴും പറഞ്ഞു, നുണ പറയുന്നതല്ലാത്തതുകൊണ്ടായി വീണ്ടും വീണ്ടും അത് പറയുന്നു. അപ്പോൾ അദ്ദേഹം പോയി ഈ സാധനം എല്ലാം മേടിക്കുക. അപ്പം ഞാൻ എൻ്റെ കണ്ടത് ചിരി, എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. എന്നിട്ട് എന്നോട് പറയാതെ ഇപ്പം നമ്മൾ എവിടെ പോയിരുന്നും കിട്ടും, ഇവിടെ നിന്നാകുമ്പോൾ എല്ലാം സുരക്ഷിതമായിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി അഭിമാനത്തോടെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാനിപ്പോഴും ഓർക്കുക. ധനാഢ്യന്മാർ ധനാഢ്യനായ വ്യക്തി അത്തരത്തിൽ ഉയർന്നു വരാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞതല്ല. അപ്പം എല്ലാ മേഖലയിലും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഹാരിസ് അഭിനന്ദനം അർഹിക്കുന്നു, സ്നേഹം അർഹിക്കുന്നു. അദ്ദേഹത്തെ ഒരു കണക്കിന് പറഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുക. ഈ നാടിൻ്റെ ഇഷ്ടമാണത്, ഇവിടുത്തെ ജനതയുടെ ഇഷ്ടമാണ്, ജനതയുടെ കണ്ണീരാണത്. തീർച്ചയായിട്ടും അദ്ദേഹം സ്വസ്ഥമായ അദ്ദേഹത്തിന് ജോലി ചെയ്തിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ ഉപകരണം, അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. എല്ലാ മെഡിക്കൽ കോളേജിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതായത് ചില മെഷീൻസൊക്കെ കൂടുതൽ മേടിച്ച് വെച്ചിരിക്കുക, റിപ്പയർ ചെയ്യത്തില്ല, പുതിയ മേടിക്കുക. അത്തരക്കാരെ കണ്ടുപിടിച്ച് വാൺ ചെയ്യുക. ഉപദേശിച്ച എല്ലാ ഡോക്ടർമാരും മിടുക്കരാണ്. പിന്നെ ഫാമിലിയായിട്ട് ടൂർ പോകണമെന്നൊക്കെ തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല. അപ്പം അവർക്ക് LTC ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പറയുക. എന്തായാലും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ അവിടെ അശ്രദ്ധ വരും. അപ്പോൾ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് മസ്റ്റ് മോണിറ്ററിങ് ഓൾ ദീസ് ഡീഡ്സ്. അവർ മോണിറ്റർ ചെയ്യണം, പരിശോധിക്കണം. പക്ഷേ ഡോക്ടർമാരുടെ റിക്വസ്റ്റ് വരുമ്പം അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടെ വെക്കാൻ പറഞ്ഞ് പിന്നെ ഉദ്യോഗസ്ഥന്മാരിട്ട് തട്ടാതെ വേഗം ആക്ഷൻ എടുക്കണം. ഒരു HOD റിപ്പോർട്ട് കൊടുത്തു, അതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഒരു അഭിപ്രായം എഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ക്ലർക്കന്മാർക്ക് തട്ടിക്കളിക്കാൻ വിട്ടു കൊടുക്കാതെ നേരെ ആക്ഷനിലേക്ക് പോകണം. അതിൻ്റെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അത് ദിവസം വെക്കണം. ഒരു ക്ലർക്കിന് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഒരു ദിവസം അങ്ങനെ ടൈം വെച്ച് ചെയ്ത് അങ്ങനെ ചെയ്താൽ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. അടിയന്തരമായ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാൻ പറയും. സ്റ്റാർ, ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ സ്റ്റാർ ക്വസ്റ്റ്യൻ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ വെരി എമർജൻറ്റ് കേസാണെങ്കിൽ അത് പ്രിൻസിപ്പാളിന് അതിൽ സ്റ്റാർ മാർക്ക് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. 5 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ. 5 സ്റ്റാർ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഷോപ്പിംഗ് നടത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ഊർജ്ജസ്വലമായ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ആശുപത്രിക്ക് എന്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഹാരിസിൻ്റെ ഒരാൾക്കും ഹാരിസിനെ മറക്കാൻ കഴിയില്ല. ഹാരിസ് ഒരു ലെജൻഡായി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാരുടെ ഒരു ലെജൻഡായി. സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ തലപോയ യോഹന്നാനെ ഞാൻ ഓർക്കുന്നത്. നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ തല വെട്ടിച്ചല്ലേ എന്ന് പറഞ്ഞതുപോലെ സത്യം പറയുമ്പോൾ ചിലപ്പം ഇതൊക്കെ വരും. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വന്നു, സാരമില്ല. ഗവൺമെൻറ് അതിൻ്റെ സാഹചര്യം ഉയർന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്തു. ഇനി ഗവൺമെൻറ് ചെയ്യാവുന്നൊരു കാര്യം, മെഡിക്കൽ കോളേജുകളെ പറ്റി പഠിക്കാൻ സമിതിയൊന്നും വെക്കണ്ട. മന്ത്രിമാരുടെ ഒരു കൂട്ടത്തെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 1-2 മന്ത്രിമാരോ പോവുക. നമുക്ക് 5-6 മെഡിക്കൽ കോളേജിലേ ഉള്ളൂ. അവിടെ ഒരു ദിവസം വെച്ച് പോയിട്ട് ഓടിപ്പോരരുത്. രാവിലെ ഉമ്മൻചാണ്ടിയൊക്കെ പോകുന്ന പോലെ രാവിലെ പോവുക. 7 മണിക്ക് തുടങ്ങിയാൽ ലഞ്ച് വൈകുന്നേരം വരെ. അപ്പം അവിടുത്തെ സ്വീപ്പർമാർ പ്രതിനിധി അവരെ കേൾക്കണം, ഇലക്ട്രീഷ്യൻ്റെ കേൾക്കണം, അവിടുത്തെ ഡോക്ടർമാരെ കേൾക്കണം, PG സ്റ്റുഡൻസ്, ഹൗസ് സർജൻസ് എല്ലാവരെയും കേൾക്കണം. എന്നിട്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. അവർക്ക് മെഷീനറി കുറവുണ്ടെ വാങ്ങിച്ചു കൊടുക്കണം, മെഡിസിൻ കുറവുണ്ടെ വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം. നമ്മളെ ഇത് കേരളത്തിൽ ലോകത്തിൻ്റെ നിറയെ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ വീക്ഷണത്തിൽ വേണം പ്രശ്നത്തെ സമീപിക്കാൻ. അത് ഏതൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഏതൊരു മന്ത്രിയാണെങ്കിലും. ഞാനൊരു വെറും ചെറിയ സംസ്ഥാനത്തല്ല ജീവിക്കുന്നത്. ഭാരതത്തിനാകെ മാതൃക കൊടുക്കുന്ന, ലോകത്തിൻ്റെ ആകെ ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു ഭിഷഗ്വരനാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, ഒരു എൻജിനീയറാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പഞ്ചായത്ത് സെക്രട്ടറിമാരൊക്കെ ലോകം മുഴുവൻ പഠിക്കുന്ന ആളുകളാണ് കേട്ടോ. IAS ഒന്നും ഇല്ലെങ്കിലും ഇത്ര ചെറിയ സിസ്റ്റം വെച്ചുകൊണ്ട്, ഇത്ര ചെറിയ ഒഫീഷ്യലിനെ വെച്ചുകൊണ്ട് ഇത്ര വലിയ നേട്ടങ്ങൾ ഒരു നാടിന് നേടിക്കൊടുത്തത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷനാണോ അതിൽ സെക്രട്ടറിമാരെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങളും, ഉൽപ്പതിഷ്ണുക്കളായ വ്യക്തികളും ശാസ്ത്രജ്ഞന്മാരും. കാരണം അത്ര ബൃഹത്തായൊരു പദ്ധതിയാണ് അവരിലൂടെ ജനകീയാസൂത്രണം വഴി നടപ്പാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഉദ്യോഗസ്ഥനും ഏതൊരു ഡോക്ടറും
ഏതൊരു എഞ്ചിനീയർ, ഏതൊരു പൊളിറ്റിക്കൽ ലീഡറും എന്നും കണ്ണാടിയിൽ നോക്കണം, എന്നിട്ട് പറയണം ഞാൻ പ്രതിദാനം ചെയ്യുന്നത് കേരളത്തെയാണ്, ഇന്ത്യക്കാകെ മാതൃക കേൾക്കുന്ന ഒരു ഉയർന്നു കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ്. അതിൻ്റെ ആ ഒരു നിലവാരത്തിൽ ഞാൻ ഉയരണം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിക്ക്. തീർച്ചയായിട്ടും നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ മുമ്പോട്ട് വരും. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.